ഹലോ എവരിവൺ, വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയാൻ വേണ്ടി പോണത് അക്കൗണ്ട്സും ഫിനാൻസും റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ജോബ് അലേർട്ട് ആണ് കേട്ടോ. ഈ ഒരു ജോബ് അലേർട്ട് വരുന്ന അല്ലെങ്കിൽ ജോബ് ഹയറിംഗ് വരുന്നത് നമ്മുടെ ടെക്നോ പാർക്കിനകത്തും ഇൻഫോ പാർക്കിനകത്തും വരുന്ന കുറച്ച് വാക്കൻസീസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ പ്രീവിയസ് ആയ വീഡിയോയിൽ എനിക്ക് 2-3 ഡേയ്സ് ആയിട്ട് എനിക്ക് അതിന് പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു മെയിൽ ഐ ഡി ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. വേറെ ഒന്നും കൊണ്ടും അല്ല കേട്ടോ, എനിക്ക് സൈറ്റ് കുറച്ച് ജാമായിരുന്നു. കാരണം എനിക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കൻസീസിൽ ഈ 2-3 ഡേയ്സ് ആയിട്ട് എനിക്ക് പ്രോപ്പർ റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നും കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിനാൻസും അക്കൗണ്ട്സും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ജോബ് അലേർട്ടാണ്. ഒരു 10-12 ജോബ് അലേർട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ജോബ് വാക്കൻസിലോട്ട് പോകാം ഗൈസ്. ഫസ്റ്റ് വരുന്ന ഒരു വാക്കൻസി എന്ന് പറയുന്നത് ഫിനാൻസ് എക്സിക്യൂട്ടീവിന്റെ വാക്കൻസി ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ജോബ് എന്താണെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതിനുശേഷം ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട ജോബ് വാക്കൻസി എന്താണോ, ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഫിനാൻസ് എക്സിക്യൂട്ടീവിന്റെ വാക്കൻസി ആണെങ്കിൽ താഴെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് A to Z ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കമന്റിന് റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാത്തത്. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ടാണ് കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് ജോബാണ് വേണമെങ്കിൽ അത് താഴെ വന്ന് കമന്റ് ചെയ്യുക. ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിനാൻസ് എക്സിക്യൂട്ടീവിന്റെ ഒരു വാക്കൻസിയാണ് വരുന്നത്. പിന്നെ വരുന്ന അക്കൗണ്ട്സ് അസിസ്റ്റന്റിന്റെ ഒരു വാക്കൻസി വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഫിനാൻസ് മാനേജറിന്റെ ഒരു വാക്കൻസി വരുന്നുണ്ട് ഗൈസ്. US അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ഒരു വാക്കൻസി വരുന്നുണ്ട്. ചീഫ് അക്കൗണ്ടന്റിന്റെ ഒരു വാക്കൻസി വരുന്നുണ്ട്. ഇതെല്ലാതും വരുന്നത് നമ്മുടെ ഇൻഫോ പാർക്കിനകത്താണ് കേട്ടോ. പിന്നെ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സിലൊരു വാക്കൻസി വരുന്നുണ്ട്. ഫിനാൻസ് ഇന്റേണൽ ഒരു വാക്കൻസി വരുന്നുണ്ട്. അക്കൗണ്ട്സ് അസിസ്റ്റന്റിൽ വീണ്ടും ഒരു വാക്കൻസി വരുന്നുണ്ട്. അക്കൗണ്ട് എക്സിക്യൂട്ടീവിൽ വീണ്ടും വാക്കൻസി വരുന്നുണ്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞ ഇൻഫോ പാർക്കിനകത്താണ്. ഇനി പറയാൻ വേണ്ടി പോണ ഒരു വാക്കൻസി ടെക്നോ പാർക്കിനകത്താണ് കേട്ടോ. അക്കൗണ്ടന്റിൽ വാക്കൻസി ടെക്നോ പാർക്കിലുണ്ട്. സീനിയർ അക്കൗണ്ട്സ് മാനേജറിന്റെ വാക്കൻസി ടെക്നോ പാർക്കിനകത്ത് വന്നിട്ടുണ്ട്. ജൂനിയർ അസിസ്റ്റന്റിന്റെ വാക്കൻസി, അതുപോലെ തന്നെ സീനിയർ അക്കൗണ്ട്സ് മാനേജറുടെ വാക്കൻസി കേട്ടോ. ഈ വാക്കൻസി ഒക്കെ നമുക്ക് വേഗം തന്നെ എക്സ്പേർട്ടായി പോണ ഒരു ഡേറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ വേറെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ വന്നിട്ട് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ വാക്കൻസീസും ഞാൻ നിങ്ങൾക്ക് കമന്റിലൂടെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.